നമുക്ക് കാണാൻ ഇൻസ്റ്റയെല്ലാം റീലിന് റീച്ച് ഇടാൻ വേണ്ടിയിട്ട് ഗോപ്രോയെല്ലാം വെച്ചിട്ട് സ്പീഡ് പോയിട്ടെല്ലാം വീഡിയോ എടുക്കുന്ന ഭയങ്കര സീറ്റ് ഹൈറ്റ് ഭയങ്കര കൂടുതലാണോ ഷോർട്ടായിട്ടുള്ള ആൾക്കാർക്ക് പറ്റും. മെയിനായിട്ട് ഒരു പേടിയില്ലത് KTMന്റെ സർവീസ് കോസ്റ്റിനെ കുറിച്ചിട്ടാണ്. നമസ്കാരം, വീൽ ഫോർ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് BS6 KTM Duke 250ന്റെ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് KTM എന്ന് പറഞ്ഞ ബ്രാൻഡിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നൊരു ബ്രാൻഡാണ്. കുറച്ച് കാലമായിട്ട് യുവാക്കൾക്കുള്ള ഹരായി എന്ന് പറയാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം നമുക്ക് BS6 വരുമ്പം 250ൻ്റെ വിശേഷങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നമുക്ക് ഈ BS6ൻ്റെ 250ൻ്റെ കാര്യം വരുമ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടാവും, നമ്മൾ ഹെഡ്ലൈറ്റ് നമ്മൾ 39ൻ്റെ സെയിം അതേപോലത്തെ ഹെഡ്ലൈറ്റ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ലുക്ക് തോന്നിക്കുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ DRലും വരുന്നുണ്ട്. പിന്നെ ഇത് ഫുള്ളി LED ഹെഡ് വരുന്നത്. അപ്പോൾ നൈറ്റ് യൂസിന് നല്ല ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഹെഡ്ലൈറ്റിന്. പിന്നെ അതേപോലെ തന്നെ വണ്ടി ഫ്രണ്ടിൽ നിന്ന് കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുണ്ട് ഹെഡ്ലൈറ്റ് വന്നേ പിന്നെ 250 എഞ്ചിൻ വരുവാണെങ്കിൽ നമുക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതായത് 248.8 cc എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 30 PS പവറും 24 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ്. ഇപ്പോൾ 24 Nm ടോർക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള പറയാനുള്ളത് വെച്ചാൽ ലോ എൻഡ് കുറച്ച് ഒരു കുറവാണ്. അതിൻ്റെ ഒരു ഡീമെറിറ്റ് ആണെന്ന് പറയാൻ കഴിയും. ലോ എൻഡ് കുറച്ച് കുറവാണ്. അപ്പോൾ സിറ്റി റൈഡ്സിലെല്ലാം കുറച്ചൊന്ന് കണ്ടിന്യൂസ് ഷിഫ്റ്റിങ് വേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഡീമെറിറ്റ് പറയാനുള്ളത്. പക്ഷെ ബാക്കി പെർഫോമൻസിലും നമുക്ക് ഹൈവേയിലെല്ലാം പൊളിക്കാനാണെങ്കിൽ നല്ല വണ്ടിയാണെന്ന് വേണം നമുക്ക് പറയാൻ കഴിയും. അതിൽ തന്നെ നമുക്ക് ഈ കളർ നോക്കുകയാണെങ്കിൽ നമുക്കിതൊരു സിൽവറും ബ്ലാക്കും ഓറഞ്ചും 3 കളറും ഉള്ളൊരു കളറാണ്. അതിപ്പോൾ BS6 വരുമ്പോൾ ഉള്ളൊരു കളറായത് ഗ്രാഫിക്സ് ആണ്. ഇതിന് മുമ്പ് ഉണ്ടായതൊന്നുമല്ല. അതിനകത്ത് തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിന് ഒരു KTMൻ്റെ ഒരു ബാഡ്ജിങ് ഒരു സ്റ്റിക്കറും വരുന്നുണ്ട്. ഇതാണ് BS6 വരുമ്പോൾ കളർ ചേഞ്ച് പറയുന്നത്. അതായത് ചേസിന് ബാക്ക് ചേസിന് സിൽവറും ഫ്രണ്ട് ചേസിന് റെഡ് കളർ ഓറഞ്ച് കളറാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് Duke 250ൻ്റെ മീറ്ററിൻ്റെ കാര്യം വരുവാണെങ്കിൽ നമുക്കൊരു ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. അതിൽ തന്നെ എല്ലാ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനിലുണ്ട് പറയാൻ കഴിയും. നമുക്ക് RPM മീറ്റർ ആണെങ്കിലും സ്പീഡിൻ്റെ ആണെങ്കിലും ടാക്കോമീറ്റർ ആണെങ്കിലും അതുപോലെ ഡിസ്റ്റൻസ് ടു MT വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂവൽ ഹീറ്റ് എൻജിൻ ഹീറ്റ് എല്ലാം അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഈ സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഫുള്ളി ലോഡഡ് ആയ ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് വേണം പറയാൻ കഴിയും. അതിൻ്റെ ABS വാർണിങ്ങും കാര്യങ്ങളെല്ലാം എടുത്ത് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ് ഭയങ്കര സീറ്റ് ഹൈറ്റ് ഭയങ്കര കൂടുതലാണോ ഷോർട്ടായിട്ടുള്ള ആൾക്കാർക്ക് പറ്റുമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഞാൻ വലിയ ഹൈറ്റിലുള്ള ആളൊന്നുമല്ല. അപ്പോൾ എൻ്റെ ഹൈറ്റിനെല്ലാം സീനില്ല പറയാം. സീറ്റ് ഹൈറ്റ് എത്രത്തോളം ഇല്ലയെന്നല്ല. ഇപ്പം പേപ്പറിൽ നോക്കുകയാണെങ്കിൽ 823 mm സീറ്റ് ഹൈറ്റാണ് വരുന്നത് വണ്ടിക്ക്. അപ്പം ബാക്കിയെല്ലാം നമ്മുടെ സ്കില്ല് പോലെയാണ്. നമുക്ക് ഹൈറ്റൊന്നും വലിയ പ്രോബ്ലം ആയിരുന്നു തോന്നുന്നില്ല. പിന്നെ മൈലേജിൻ്റെ കാര്യം വരുവാണെങ്കിൽ കമ്പനി പറയുന്നത് 41 എൻ്റെ ഒരു ഊഹത്തിലാണെങ്കിൽ ഒരു 30 തൊട്ട് 40 സംതിങ് വരെ നമുക്ക് മൈലേജ് നിന്ന് ക്ലെയിം ചെയ്യാൻ കഴിയും. അതിന് എല്ലാം ഡിപ്പെൻസാണ്, ഓടിക്കുന്ന ഡിപ്പെൻസാണ്. ടാങ്ക് വരുമ്പോൾ നമുക്ക് 13.5 ടാങ്കാണ് വരുന്നത്, 13.5 ലിറ്റർ വരുന്നത്. അപ്പോൾ അത്യാവശ്യം ലോങ് റൈഡെല്ലാം പോകുമ്പോൾ അത്യാവശ്യം ഫുൾ ടാങ്ക് അടിച്ചാൽ ഫ്യൂൽ റേഞ്ച് അത്യാവശ്യം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന വണ്ടി തന്നെയാണ് ഇത്. പിന്നെ അതേപോലെ തന്നെ Duke 250ക്ക് 6 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്ലിപ്പർ ക്ലച്ചും അവൈലബിൾ ആണ്. അതായത് നമുക്ക് കുറച്ച് ഒന്ന് പുഷ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും. അതായത് റെയർ വീല് ലോക്ക് ആവില്ല. അതാണ് സ്ലിപ്പർ ക്ലച്ചിൻ്റെ ഗുണം. നമുക്ക് അതേപോലെ സ്ലിപ്പർ ക്ലച്ചും ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ 250ൻ്റെ വേറൊരു ചേഞ്ചസ് എന്ന് വെച്ചാൽ നമുക്ക് ഗ്രാബ് റെയിൽ ചേഞ്ച് ആയിട്ടുണ്ട് BS6 വരുമ്പോൾ. ഇതിന് മുമ്പുണ്ടായ BS4 വരുമ്പോൾ ഗ്രാബ് റെയിൽ വേറൊരു ഷേപ്പിലാണ് വന്നത്. അതിൻ്റെ മെയിൻ ദോഷം എന്ന് വെച്ചാൽ ബാക്കിലെ പില്ലൻ്റെ വെയിറ്റ് കൊണ്ട് ഈ ടെയിലിരുന്ന് കട്ടായി പോകുന്നത് പ്രവണത കാണാൻ പറ്റി. അപ്പോൾ അത് കുറേ കംപ്ലയിൻസ് റിപ്പോർട്ട് ചെയ്ത് തരും. നമുക്ക് പുതിയൊരു ഗ്രാബ് റെയിൽ വന്നി. ഇത് അത്യാവശ്യം യൂസ്ഫുൾ ആയ ഒരു ഗ്രാബ് റെയിൽ നമുക്ക് പറയാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ഷോക്ക് വരുമ്പോൾ നമുക്ക് മോണോ ഷോക്ക് വരുന്നത്. നമുക്കറിയാം KTMൻ്റെ ഷോക്കെല്ലാം അത്യാവശ്യം കുറച്ച് ഹാർഡാണ്. അപ്പം ലോങ് റൈഡ് നമ്മളതിൻ്റെ മൈൻഡ് പോലെയാണ്. അത്ര ഒരു നമുക്ക് കുറച്ചും കൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് നമുക്ക് കംഫർട്ട് കുറച്ച് കുറവായിരിക്കും. പിന്നെ അത്ര കംഫർട്ട് കുറവൊന്നുമില്ല കേട്ടോ. പിന്നെ ബാക്കിൽ നമുക്കൊരു ടയർ ഹാക്കർ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു സാരി ഗാർഡും വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഫ്രണ്ടിൽ കണ്ടു. പിന്നെ അതേപോലെ തന്നെ വേറെ നോക്കുകയാണെങ്കിൽ നമുക്ക് LED ടെയിൽ ലാമ്പ് വരുന്നത്. നല്ല അത്യാവശ്യം നല്ല നൈറ്റിലുള്ള നല്ല വിസിബിലിറ്റി ഇല്ല. ബാക്കിൽ വരുന്ന വണ്ടിക്കെല്ലാം നല്ല വിസിബിലിറ്റിയിൽ ഒരു ടെയിൽ ലാമ്പാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് റെയറിലെ ടയറിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 150 60 R70 അതായത് 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് വരുന്നത്. എന്നാൽ ഡിസ്കിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 230 mm ഡിസ്ക്കാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 2 വീലും 2 ബ്രേക്സും നമുക്ക് ഡുവൽ ചാനൽ ABS ആണ് ഇതിൽ വരുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 160 ഏകദേശം 160 സംതിങ് കിലോ വരുന്നുണ്ട് വെയിറ്റ്. വിത്തൗട്ട് ഫ്യൂൽ ആയിരിക്കും. വിത്ത് ഫ്യൂൽ വരുമ്പോൾ ഒരു എക്സ്ട്രാ കുറച്ച് വരും. നമുക്ക് ഈ BS6 വരുമ്പം എക്സോസ് നോട്ടിൽ വലിയ ഒരു വേരിയേഷൻ ഒന്നും വരുന്നില്ല. നമുക്ക് ഏതായാലും എക്സോസ് നോട്ടൊന്ന് കേട്ട് നോക്കാം. പിന്നെ എല്ലാവർക്കും മെയിനായിട്ട് ഒരു പേടിയില്ലത് KTMൻ്റെ സർവീസ് കോസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഇപ്പം സർവീസ് കോസ്റ്റ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ അത്രയൊന്നും സർവീസ് കോസ്റ്റ് എല്ലാവരും പേടിക്കുന്ന അത്രയൊന്നും സർവീസ് കോസ്റ്റ് വരുന്നില്ല. പിന്നെ പൊതുവേ മെയിൻ്റെനൻസ് കുറവാണ് KTMൻ്റെ വണ്ടിക്ക്. ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തതാണ്. പൊതുവേ മെയിൻ്റെനൻസ് കുറവാണ്. ആകെ ടയർ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ചെയിൻ സോക്കരും ഇടയ്ക്ക് മാറേണ്ടിരുന്നതിൽ വേറെ പൊതുവേ മെയിൻ്റെനൻസ് എല്ലാം കുറവാണ്. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ചീത്തപ്പേര് ഏൽപ്പിച്ചൊരു വണ്ടിയാണ് KTMൻ്റെ വണ്ടികളെല്ലാം. അത് ഈ വണ്ടീൻ്റെ ദോഷമൊന്നുമല്ല, ഇത് ഓടിക്കുന്നവരെ മിസ്റ്റേക്കാണെന്ന് എനിക്ക് പറയാൻ കഴിയും. കുറേ ആൾ ഇൻസ്റ്റയിൽ റീലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇൻസ്റ്റയിലെല്ലാം റീലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഗോപ്രോയെല്ലാം വെച്ചിട്ട് സ്പീഡ് പോയിട്ടെല്ലാം വീഡിയോ എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വണ്ടീൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കില്ല എന്ന് പറയാൻ കഴിയും. കാരണം വെച്ചാൽ അത്യാവശ്യം പവർ കണക്കായിട്ട് തന്നെ ബ്രേക്കിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് KTMൻ്റെ. ഞാൻ പേഴ്സണലി കുറച്ച് നാൾ യൂസ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു സ്റ്റെബിലിറ്റി നൽകുന്ന ഒരു വണ്ടിയാണ്. ഇത് കുറേ ഓടിക്കുന്നവർ മിസ്റ്റേക്കാണെന്നേ പറയാൻ കഴിയും. വേറെ വണ്ടിക്ക് ഞാൻ മിസ്റ്റേക്കൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഈ 250ൻ്റെ പ്രൈസ് വരുമ്പം നമുക്ക് അറൗണ്ട് 3 lakh പ്രൈസ് വരുന്നത്. അതിപ്പോൾ നിങ്ങളുടെ പ്ലേസിനൊക്കെയായിട്ട് പ്രൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അറൗണ്ട് നമ്മൾ ഈ കണ്ണൂർ ഷോറൂമിലായിരുന്നു നോക്കുകയാണെങ്കിൽ നമുക്ക് 291 റേഞ്ചിലാണ് 250ക്ക് പ്രൈസ് വരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അറൗണ്ട് 3 lakh 250ക്ക് പ്രൈസ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അറൗണ്ട് 3 lakhന് നമുക്കിപ്പോൾ അത്യാവശ്യം നല്ലൊരു വേർത്തായ വണ്ടിയാണ് നമുക്ക് പറയാൻ കഴിയും. കാരണം വെച്ചാൽ ലുക്ക് വൈസ് ആണെങ്കിലും നല്ല അട്രാക്റ്റീവായ ലുക്കാണ്. KTM എല്ലാ വണ്ടിയും അത്യാവശ്യം അട്രാക്റ്റീവായ ലുക്കുമാണ്. അത് തന്നെ പെർഫോമൻസും ഉള്ളൊരു വണ്ടിയാണ് ഇത് ഡ്യൂക്ക് 250 വരുമ്പം. അപ്പം ബാക്കിയെല്ലാം നിങ്ങളെ ഒരു ഡിപ്പെൻസാണ്. അപ്പം ഇതാണ് 250 BS6 250ൻ്റെ വിശേഷങ്ങൾ ഇതെല്ലാമാണ്. അപ്പം വീൽസ് ഫോർ ലൈഫിൻ്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി.